വാമനപുരത്തെ ഇടത് കോട്ട തകർക്കുമെന്ന് UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട്. കോട്ട തകർക്കാനാകുമെന്നത് സ്വപ്നം മാത്രമെന്ന് സിറ്റിംഗ് MLA കൂടിയായ DK മുരളിയുടെ മറുപടി. 10 വർഷം കൊണ്ട് 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ താൻ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജയത്തിൽ കുറഞ്ഞൊന്നും വാമനപുരത്ത് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു കാർണവരും ന്യൂസ് 18നോട് പറഞ്ഞത്. 1977 N വാസുദേവൻ പിള്ളയിൽ തുടങ്ങി 2021 DK മുരളി വരെ തുടരുന്ന തുടർച്ചയായി 40 വർഷത്തിലധികമായി ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന വാമനപുരം നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് സുധീർ ഷാ പാലോട്. കല്ലറ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് സുധീർ ഷാ പാലോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്, ഈ ചൂടൊന്നും വകവെക്കാതെയുള്ള പ്രചാരണത്തിലാണ് സുധീർ ഷാ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണം? വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും രാഷ്ട്രീയത്തിനതീതമായി ഈ നാട്ടിലെ ജനങ്ങൾ വലിയ സ്വീകാര്യതയും വലിയ പിന്തുണയുമാണ് നൽകുന്നത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഇടത് കോട്ടയാണ് 40 വർഷമായി തുടർച്ചയായി അവർ ജയിക്കുന്ന മണ്ഡലം. അത് തിരിച്ചു പിടിക്കാനാകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായും അങ്ങനെ കേരളത്തിൽ സർവാധിപത്യ കോട്ടകളൊന്നുമില്ല. പൊളിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയുമില്ല. ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 5 പതിറ്റാണ്ടിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലം ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. MLA ആയാൽ ആദ്യം ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തായിരിക്കും? ഈ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ നാടിനുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലത്തെ വികസനം എടുത്തിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങൾ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒന്ന് എന്നുള്ളതല്ല, അതെല്ലാം സമഗ്രമായ വികസനങ്ങൾ, വളരെ കൃത്യമായ വികസന കാഴ്ചപ്പാടോടുകൂടി വ്യക്തമായ പദ്ധതികളോട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ട്. അതെല്ലാം ഒന്നൊന്നായി ഏറ്റെടുക്കും. എല്ലാ ആശംസകളും. വലിയ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് വാമനപുരത്ത് സുധീർ ഷാ പാലോടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാമനപുരത്തെ സിറ്റിംഗ് MLA DK മുരളി എന്നോടൊപ്പം ചേരുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ് ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതു കോട്ട തകർക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നത്? അത് അവരുടെ വെറും ആഗ്രഹമോ വ്യാമോഹമോ മാത്രമാണ്. 1977 മുതൽ ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് ഈ നിയോജകമണ്ഡലം. ഇപ്രാവശ്യം ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അതിനുള്ള കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDF ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഈ മണ്ഡലത്തിലും പ്രാപ്യമായിട്ടുണ്ട്. ആ 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടവുമായിട്ടാണ് LDF ഇപ്പോൾ വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതിന്റെ അംഗീകാരം തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്ന് ലഭ്യമാകുമെന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെന്റ് നടത്തിയുള്ള മുന്നേറ്റം, സാധാരണക്കാർക്ക് ഈ ഗവൺമെന്റ് തുടരണമെന്ന ആഗ്രഹത്തിലാണ്. ഇതെല്ലാം സഹായകമായ ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. സർക്കാരിനും താങ്കൾക്ക് ഒരു തുടർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്? ഉറപ്പായും തുടർച്ചയുണ്ടാവും. സർക്കാർ തുടരും. LDFന്റെ പ്രതിനിധി തന്നെ ഇവിടെ ജയിക്കുകയും ചെയ്യും. പിന്നെ ഒരു മതേതര സംസ്കാരമാണ് ഈ നാടിനുള്ളത്. അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് LDFന്റെ ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും അതിന് അനുകൂലമായി ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വളരെയധികം നന്ദി. ആ പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ടാണ് വാമനപുരത്ത് അതോടൊപ്പം വെഞ്ഞാറമൂട്ടിലേക്ക് DK മുരളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടർമാർക്കിടയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വാമനപുരത്തെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വേണു കാർണവർ എന്നോടൊപ്പം ചേരുന്നു. വലിയ പ്രതീക്ഷയിലാണ് ഈ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞ UDFന്റെ പ്രചാരണം മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. BJP എന്ത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞുള്ള ഒരു സംവിധാനത്തിനും ഞങ്ങൾക്കില്ല. 100% വിജയിക്കുമെന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി നല്ല പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രഹസന്ദർശനമാണോ ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ കീ വോട്ടേഴ്സിനെ കാണുക, മറ്റ് സാമുദായിക സംഘടനകളിലെ എല്ലാ നേതാക്കന്മാരെയും കണ്ട് അവരുടെ ആശീർവാദം വാങ്ങുക എന്നുള്ളതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ പ്രചാരണത്തിനെത്തുമോ? കൃത്യമായി എത്തും. BJPയുടെയും BDJSന്റെയും ഉന്നത നേതാക്കന്മാർ ഇവിടെ വരികയും ഇവിടെ NDAക്ക് വേണ്ടി പ്രചരണം നടത്തുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇടത് കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.